ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഒരു നാടൻ മത്തിക്കറി, അതായത് പാലക്കാടൻ സ്റ്റൈല്. ഞങ്ങളുടെ പാലക്കാട്ടുകാർ ഇങ്ങനെയാണ് മത്തിക്കറി വെക്കുക. അതായത് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അധികം വാളംപുളിയാണ് ഉപയോഗിക്കുക. വാളംപുളി ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഒരുവിധ ആൾക്കാരൊക്കെ മത്തിക്കറി വയ്ക്കുക. മറ്റേ കുടംപുളി ഉപയോഗിക്കില്ല എന്നല്ല പറയുന്നത്, അധികം വാളൻപുളിയാണ് ഉപയോഗിക്കുക. അതിലേക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 1/2 കിലോ മത്തി നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് 1/2 കിലോ മത്തിയാണത്. അത് കഴുകി ഉപ്പൊക്കെ ഇട്ട് വൃത്തിയായി കഴുകി നടു മുറിച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 10-15 ചെറിയ ഉള്ളി ഇതുപോലെ നന്നായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 4 പച്ചമുളക് നടു കീറി വെച്ചിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പില, ഒരു 5-6 വെളുത്തുള്ളി, ഒരു 2 ടീസ്പൂൺ ഇഞ്ചി പൊടിയായി അരിഞ്ഞിട്ടുണ്ട്. അതേപോലെ ഒരു പഴുത്ത തക്കാളി ഇതുപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി. പിന്നെ ഇതിൻ്റെ ഒരു കറിയുടെ സ്പെഷ്യാലിറ്റിയാണ്, ഞാനിതിൽ 2 നെല്ലിക്ക ചേർക്കുന്നുണ്ട്. ഇത് പുഴുങ്ങിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഈ നെല്ലിക്ക പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഈ പുഴുങ്ങിയ നെല്ലിക്കയും അതേപോലെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പുഴുങ്ങിയ നെല്ലിക്ക അല്ലി വിടർത്തിയിട്ട് അത് 4 ഇതും കൂടി നന്നായിട്ട് മിക്സിയിൽ അരയ്ക്കണം. എന്നാലാണ് കറിക്കൊരു കൊഴുപ്പുണ്ടാവുള്ളൂ. അതേപോലെ ഞാനൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ട് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. പുളിയുടെ വെള്ളമാണ്, കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള പുളിയാണിത്. അപ്പോൾ ഈ കറിയുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ നെല്ലിക്ക. ഈ നെല്ലിക്ക ചേർത്തിട്ട് പണ്ടുള്ള ആളുകളൊക്കെ മത്തിക്കറി വയ്ക്കുക. അതിനൊരു പ്രത്യേക രുചി, അതുപോലെ കറിക്കൊരു കൊഴുപ്പ്, അതുപോലെ അതിൻ്റെ പോഷകം വിറ്റാമിൻ സി ആണ്. ഇതിൽ പുഴുങ്ങുമ്പോൾ തിളപ്പിച്ച വെള്ളത്തിലാണ് ഞാൻ ഈ പുളി പിഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അതിൻ്റെ വിറ്റാമിൻ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഇത് മൺചട്ടിയിലാണ് മീൻകറി വയ്ക്കാൻ പോകുന്നത്. മൺചട്ടിയിൽ മീൻകറി വയ്ക്കുമ്പോൾ അതിനൊരു പ്രത്യേക രുചിയാണ്. അപ്പോൾ ഇതിൽ ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് ചെറിയ ഉള്ളിയിട്ട് ഒന്ന് മൂക്കട്ടെ. ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ഇത് ഒരു വിധം മൂക്കുമ്പോൾ നമുക്ക് പച്ചമുളക്, അതുപോലെ കറിവേപ്പില, ഇഞ്ചി ഇതെല്ലാം ഇടാം. ഇത് നന്നായിട്ടൊന്ന് മൂക്കട്ടെ. നമുക്ക് മത്തി നമ്മുടെ ഹൃദയത്തിനൊക്കെ നല്ലതാണ്. മത്തി ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മത്തി ഉപയോഗിക്കുന്നത് നമ്മളുടെ ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പോൾ അത് കറിയായിട്ട് ഉപയോഗിക്കാം, അതുപോലെ വറുക്കുന്നേക്കാൾ നമ്മുടെ ശരീരത്തിന് നല്ലത് കറി വയ്ക്കുന്നതാണ്. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ നാടൻ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാവും. ഇനി ഞാൻ ഇതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണ്, പച്ചമുളക് ഇട്ട് കൊടുക്കുന്നു, അതുപോലെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു. ഇനി ഇതൊന്ന് ഒരുവിധം നന്നായി മൂക്കട്ടെ. ഇത് ഒരുവിധം മൂത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഈ പഴുത്ത തക്കാളി നുറുക്കി വെച്ചത് ഇട്ട് കൊടുക്കണം. ഇനി അത് ഒരുവിധം ഒന്ന് വാടണം. അതിൻ്റെ ആ പച്ച മണം പച്ച മണം മാറുന്നത് വരെ ഒന്ന് വാടിക്കോട്ടെ. ഇനി ഇത് ഒരുവിധം നന്നായിട്ട് തക്കാളി എല്ലാം പച്ച മണം പോയിട്ടുണ്ട്. ഞാൻ ഇനി ഇതിലേക്ക് ഈ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള പുളി ഒഴിക്കാൻ പോവുകയാണ്. പുളി ഒഴിച്ചു. അതിൻ്റെ കൂടെ ഈ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ നെല്ലിക്ക ചേർത്തിട്ടുള്ള അതൊഴിച്ചു. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഇനി ഇത് നന്നായിട്ട് ഫുൾ ഫ്ലെയിമിലിട്ട് നന്നായിട്ട്
ഈ ചാറൊന്ന് കുറുകുന്നത് വരെ ഗ്യാസ് ഫുൾ ഫ്ലെയിമിലിടണം. ചാറ് കുറുകുന്ന വരെ ഒന്ന് തിളക്കട്ടെ. അപ്പോൾ ഇത് ചാറ് ഇതുപോലെ നന്നായിട്ട് തിളച്ച് കുറുകി വരുന്നുണ്ട്. ഇടത്തരായിട്ട് ചാറ് കുറുകിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ നന്നാക്കി വെച്ചിട്ടുള്ള മത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഇനി ഇത് ഒരു 2 മിനിറ്റ് നേരം കിടന്ന് തിളക്കട്ടെ. അപ്പോൾ അപ്പോഴൊക്കെ ഇത് ഒന്നുകൂടി കുറുകും. അപ്പോൾ പാകത്തിന് വേവാവും. നല്ലപോലെ നല്ല മത്തിക്കറിയായിട്ട് കിട്ടും. നമ്മൾ ഇതൊന്ന് 2 മിനിറ്റ് നേരം തിളക്കട്ടെ. ഫുൾ ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് 2 മിനിറ്റ് തിളച്ച് കഴിഞ്ഞാൽ അടച്ച് വയ്ക്കാം. ഇത് മൺകലമായത് കാരണം ഈ ചൂട് കുറേ നേരം നിൽക്കും. അപ്പോൾ ഒരുപാട് തിളപ്പിച്ച് കഴിഞ്ഞാൽ മത്തി ഉടഞ്ഞു പോകും. അതുകൊണ്ടാണ് ഒരു 2 മിനിറ്റാണ് വേണ്ടു പറയും. അപ്പോൾ അത് കഴിഞ്ഞാൽ ഇതിൽ തന്നെ ഈ ചൂട് ഇതേപോലെ നിൽക്കും. അപ്പോൾ അത് ഒന്നും കൂടി വെന്ത് നല്ല കറി മീനെല്ലാം കൂടി ചേർന്ന് നല്ല ടേസ്റ്റായിട്ടുള്ള മത്തിക്കറിയായി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിത് 2 മിനിറ്റ് നേരം നമ്മൾ അടച്ച് വയ്ക്കും. മത്തി എങ്ങനെ വൃത്തിയായിട്ട് പെട്ടെന്ന് കഴുകിയെടുക്കുക എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളതൊന്ന് നോക്കണം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നല്ലപോലെ ആയി എന്ന് തോന്നുന്നു കഷ്ണമൊക്കെ കാണുമ്പോൾ. ഇപ്പോൾ നിങ്ങൾക്ക് ഈ നാടൻ പാലക്കാടൻ മത്തിക്കറി ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളെ അഭിപ്രായമൊക്കെ അറിയിക്കണം. താങ്ക്സ്.